ഹേ ഗൈസ്, ടി 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 തലൈവർ തമ്പി തലിമൈ എന്റെ ലിസ്റ്റിലേ ഇല്ലാത്തൊരു സിനിമയായിരുന്നു. ഇവൻ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ പോയി. പിന്നെ നമ്മളെ നിതീഷ് ഫാലിമിന്റെ ഡയറക്ടർ നിതീഷ് ഡയറക്ടർ സിനിമ എന്ന് പറഞ്ഞു. പിന്നെ നിതീഷ് ഓൾറെഡി കുറച്ച് ഹൈപ്പ് ഉണ്ടായിരുന്നു. ഫാലിമിന് ശേഷം അടുത്ത സിനിമ പറഞ്ഞിട്ടുണ്ടായത് മറ്റേ മമ്മൂട്ടി അനൗൺസ് സിനിമയായിരുന്നു. അതിന്റെ ഇടയ്ക്ക് ഇത് വന്നു. അപ്പൊ പിന്നെ മമ്മൂട്ടി ആയിട്ടുള്ള ഒരു സിനിമ വരുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ, എന്തായാലും മലയാള ഡയറക്ടർ ആണല്ലോ, എന്തായാലും പിന്നെ മമ്മൂട്ടിയും ഡേറ്റ് കൊടുത്തു. അപ്പൊ കുറച്ച് നല്ല സിനിമ ആയിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെ ഒടുക്കത്തെ പോസിറ്റീവ് റെസ്പോൺസ് വന്നിട്ടുണ്ടായത്. എല്ലാവരും കിടിലൻ പടം എന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. 2026 ഫസ്റ്റ് സൂപ്പർ ഹിറ്റ് ബ്ലോക്ക് ബസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഈ സിനിമക്ക് പോയത്. പക്ഷെ എന്നെ അത്ര സാറ്റിസ്ഫൈ ഈ സിനിമക്ക് പറ്റിയിട്ടില്ല. ഇതിന്റെ മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത് അടുത്തടുത്തുള്ള രണ്ട് വീടുകളിൽ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ നടക്കുന്ന ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടാണ് സിനിമ ഫുൾ പോകുന്നത്. രണ്ട് വീടുകളിൽ കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള രണ്ട് ഇവന്റ്സ് ഒരേ സമയത്ത് നടക്കുകയാണ്. ഇതിന്റെ അടിയിലേക്ക് വരുന്ന നാട്ടുകാരും പിന്നെ ഇതിലത്തെ മെയിൻ ആക്ടറായ ജീവ അവതരിപ്പിക്കുന്ന ഒരു പൊളിറ്റീഷ്യന്റെ ക്യാരക്ടറും, ഈ രണ്ട് ഇവന്റ്സും ഒഴിവാക്കാനും പറ്റില്ല. രണ്ട് ഇവന്റ്സ് നടക്കുവാണെന്നുള്ള ഒരു സിറ്റുവേഷനിൽ ഇത് എങ്ങനെ മാനേജ് ചെയ്യുന്നില്ല എന്ന് വെച്ചിട്ടാണ് ഈ സിനിമ ഫുൾ ആയിട്ട് പോകുന്നത്. പക്ഷെ ഈ രണ്ട് ഇവന്റിനെ ബേസ് ചെയ്തിട്ട് ആ സിനിമ ഫുൾ പോകുന്നതുകൊണ്ട് ഈ രണ്ട് ഇവന്റ് നമുക്ക് കാണുന്ന പ്രേക്ഷകന് കംപ്ലീറ്റ് ആയിട്ട് എൻഗേജിങ് ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇങ്ങനത്തെ ഒരു സിനിമയിൽ ഫോക്കസ് ചെയ്തിരിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഈ രണ്ട് ഇവന്റും എനക്ക് ഒട്ടും എൻഗേജിങ് ആയി തോന്നിയിട്ടില്ല. ചില സിറ്റുവേഷൻ കോമഡികൾ നന്നായിട്ട് വർക്ക് ആയിട്ടുണ്ടെങ്കിലും പക്ഷെ മൊത്തത്തിൽ നോക്കുമ്പോൾ ആ കോമഡികളൊന്നും സ്ക്രിപ്റ്റുമായിട്ട് എനിക്ക് അത്ര കണക്ട് ആയിട്ട്, അതുപോലെ ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ സ്ക്രിപ്റ്റിന് പറ്റിയിട്ടുണ്ടോ എന്നുള്ള ഡൗട്ട്. സ്ക്രിപ്റ്റ് കുറച്ച് വീക്ക് ആയതാണ്. അതായത് മെയിൻ ആയിട്ട് രണ്ട് ഇവന്റിനെ മാത്രം ഫോക്കസ് ചെയ്ത് പോകുന്ന സമയത്ത് കുറച്ചും കൂടി സ്ക്രിപ്റ്റ് നല്ല എൻഗേജിങ് ആയിട്ട് കുറെ ഇവന്റ്സ് എല്ലാം കൂടി കണക്ട് ആയിട്ടുണ്ടാകുന്ന സമയത്താണ് കുറച്ചും കൂടി നല്ല എൻഗേജിങ് ആവാൻ പറ്റില്ല. പക്ഷെ ഇവിടെ എനിക്ക് തോന്നിയത് സ്ക്രിപ്റ്റ് കുറച്ചും കൂടി വീക്ക് ആണ്ടായത്. പക്ഷെ പിന്നെയും ആൾക്കാരെ പിടിച്ചിരുത്തിയത് പ്രത്യേകിച്ച് എനിക്ക് എൻഗേജിങ് ആയിട്ട് എന്നെ ഉണ്ടായ ഒരു ഫാക്ടർ പറഞ്ഞെങ്കിൽ ഇതിലത്തെ ആക്ടേഴ്സിന്റെ പെർഫോമൻസ് ആണ്. എടുത്തു പറയേണ്ടത് ഇതിലത്തെ ഒരു കല്യാണ ചെക്കനും അനിയനും വരുന്നുണ്ട്. ഒരു കന്യാകുമാരി സ്ലാങ് പിടിച്ചിട്ടാണ് അവര്. ഒരു രക്ഷയില്ല. അവര് കാണിക്കുന്ന സീനെല്ലാം പക്ക ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, ഫുൾ എൻഗേജിങ് ആയിരുന്നു. അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ച് കുഞ്ഞു കുഞ്ഞു ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. മലയാളത്തിൽ തന്നെ കാണുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അവരൊക്കെ എല്ലാവരും നല്ല പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കിയാൽ പെർഫോമൻസ് ബേസിലാണെങ്കിൽ ഇൻഡിവിജ്വൽ എല്ലാവരും പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഒരു ഇമോഷണൽ കണക്ഷൻ പ്രേക്ഷകനായിട്ട് ഉണ്ടാക്കുന്നതിൽ ആ സ്ക്രിപ്റ്റിന്റെ ഒരു വീക്ക്നെസ് കൊണ്ട് തന്നെ അത്ര വർക്കൗട്ട് ആയിട്ടില്ല. ജീവ വരുന്നത് ജീവ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ്, ഒരു പൊളിറ്റീഷ്യൻ ആയിട്ട്. ആ ക്യാരക്ടർ ജീവ അടിപൊളി ചെയ്തിട്ടുണ്ട്. ജീവ എനിക്ക് മുന്നേ തോന്നിയിട്ടുണ്ട്. ജീവന്റെ സ്ക്രിപ്റ്റ് സെലക്ഷൻ ഒക്കെ പൊതുവെ നൈസ് ആവാറുണ്ട്. ജീവന്റെ ഇനി മുന്നേ ഞാൻ കണ്ടിട്ടുണ്ടായത് ബ്ലാക്ക് എന്ന് പറയുന്ന സ്കൈഫൈ ആണ്. അത് തിയേറ്ററിൽ കണ്ടിട്ടുണ്ടായത് നല്ല എനിക്ക് വർക്കൗട്ട് ആയ സിനിമയായിരുന്നു. പക്ഷെ അപ്പൊ ഞാൻ വിചാരിച്ചത് കുറച്ചും കൂടെ എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ജീവന്റെ പെർഫോമൻസ് ജീവ നൈസായി ചെയ്തിട്ടുണ്ട്. ഒരു പക്ക ഒരു പൊളിറ്റീഷ്യൻ, ഒരു നാട്ടിലാത്തൊരു പൊളിറ്റീഷ്യന്റെ റോൾ അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. പിന്നെ മ്യൂസിക്കിനെ കുറിച്ച് എന്തായാലും പറയണം. നമ്മളെ വിഷ്ണു വിജയ് ഇല്ലേ, പണി, ജിംഖാന, ഇതെല്ലാം ചെയ്ത് വിഷ്ണു വിജയ് ആണ് ഈ പടത്തിന്റെ മ്യൂസിക് ചെയ്തിട്ടില്ല. അത് ആകെ ഒരു പക്ക ഒരു മലയാളത്തിൽ നിന്ന് വരുന്ന ഒരു മ്യൂസീഷ്യനാണെന്ന് തോന്നാത്ത രീതിയിൽ പക്ക ഒരു തമിഴ് ടച്ച് പിടിച്ചിട്ടാണ് ഈ സിനിമയിൽ മൊത്തത്തിൽ മ്യൂസിക് ചെയ്തിട്ടില്ല. അത് അത്യാവശ്യം വർക്ക് ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഡയറക്ഷൻ ആയാലും ഒരു പക്ക ഒരു തമിഴ് ഫിലിം എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് അതേ രീതിയിലാണ് നമ്മുടെ ഡയറക്ടറും ഇതിനെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു തമിഴ് ഓഡിയൻസിന് കുറച്ചും കൂടി പടം വർക്കൗട്ട് ആയതാണെന്നില്ല എനിക്ക് തിയേറ്ററിൽ റെസ്പോൺസ് എല്ലാം കാണുമ്പോൾ തോന്നിയത്. കാരണം അവർ ആ ക്ലൈമാക്സ് വരുന്ന സമയത്ത് അത്യാവശ്യം കൈയടിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്ന ആ ഒരു തമിഴ് ടച്ചിന് എനിക്ക് തോന്നുന്നു തമിഴ് ഇപ്പൊ പൊങ്കലിൽ വരുന്ന പൊങ്കൽ സീസണാണ്, ഫെസ്റ്റിവൽ സീസൺ അവർക്ക് അത്യാവശ്യം കണക്കായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എന്നോട് ഇപ്പൊ ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് മസ്റ്റ് വാച്ച് കാണുന്ന പടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിയേറ്ററിൽ പോയിട്ട് മസ്റ്റ് വാച്ച് പടം എന്നൊന്നും പറയാനില്ല. പക്ഷെ നിങ്ങൾക്ക് ഇപ്പം റിവ്യൂ നോക്കിയിട്ട് കാണാൻ പറ്റും. കാരണം എല്ലാവരും ബ്ലോക്ക് ബസ്റ്റർ 2026 ഫസ്റ്റ് സൂപ്പർ ഹിറ്റ് എന്ന് പറഞ്ഞ ഉടനെ ചെന്നൈയിൽ, ഇപ്പൊ ചെന്നൈയിലല്ലോ, ചെന്നൈയിൽ പടത്തിന് ടിക്കറ്റ് കിട്ടാനേ ഇല്ല. ഈ വീക്കെൻഡൊക്കെ ഫുൾ ആവും. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രയും പോസിറ്റീവ് റെസ്പോൺസ് എന്നുള്ളത് നോക്കാൻ വേണ്ടി തിയേറ്റർ വേണമെങ്കിൽ പോകും. ഞാൻ അങ്ങനെ പോയ ഒരാളായിരുന്നു, ദൈവം പറഞ്ഞുകൊണ്ട്. ഈ ആഴ്ച ഇപ്പൊ ഇനി വേറെ പ്രത്യേകിച്ച് വലിയ റിലീസൊന്നും വരാനില്ല. നമ്മളെ 28 years later ഉണ്ട് പഴയതിന്റെ ബാക്കി. അത് പറ്റിയാ പോയി കാണണം. പിന്നെ നമ്മള് ജനനായകന്റെ റിലീസ് ഒന്നും ആയിട്ടില്ല. അടുത്ത ആഴ്ച ഉണ്ടെങ്കിൽ അതായിരിക്കും ഈ വർഷത്തെ ഏറ്റവും ബിഗ്ഗസ്റ്റ് റിലീസ്. ഒരു കിഡിലെ സിനിമ കണ്ടിട്ട് തന്നെ ഈ വർഷം തുടങ്ങാന്ന് വിചാരിച്ച സമയത്താണ് ഇങ്ങനെ ഈ ഒരു സിനിമ കാണാൻ വേണ്ടി പോകേണ്ടി വന്നത്. അപ്പൊ എന്തായാലും 2026 ഫസ്റ്റ് സിനിമയുടെ പേരിൽ പോയി. ഇനി അടുത്ത സിനിമകളിലേക്ക് ഏതാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.